ഹലോ നമസ്കാരം, രഞ്ജിത്ത്. എന്തുകൊണ്ടാണ് പലപ്പോഴും കമ്പനികളും ഓർഗനൈസേഷനുകളും എല്ലാം ഓട്ടോമേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാലും പലർക്കും അത് സാധിക്കാത്തത്? മിക്കവാറും ആളുകളെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് ഫ്രീ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്തൊരു സിസ്റ്റം കൊണ്ടുവന്നാലും അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കാണാറുള്ളത്. എന്തുകൊണ്ടാണ് സിസ്റ്റംസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഒരു കാര്യം ഉറപ്പിച്ചോളൂ, സിസ്റ്റംസ് റീപ്ലേസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു പെർട്ടിക്കുലർ പേഴ്സണെ ആയിരിക്കും, ഒരു പേഴ്സൻ്റെ വർക്കായിരിക്കും, അയാളുടെ എഫർട്ടായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ വളരെ വിലപ്പെട്ട സമയവുമായിരിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. പ്രീഷ്യസ് ആയിട്ടുള്ളൊരു സമയം കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും അവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത്രയും പ്രീഷ്യസാണ്. അപ്പോൾ പലപ്പോഴും സിസ്റ്റം തകരാറിലാവാനുള്ള കാരണം കൃത്യമായിട്ടുള്ള സിസ്റ്റംസ് ഇൻ പ്ലേസ് വരാത്തതാണ്. അപ്പോൾ എന്താ കൃത്യമായ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് കൃത്യമായിട്ടുള്ള പ്രോസസ്സുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. കൃത്യമായ പ്രോസസ്സായിരിക്കണം. അത് ഓരോന്നും വളരെ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. കൂടെയുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവണം. ഏതെങ്കിലുമൊക്കെ ഒരു പ്രോസസ്സ് മിസ്സായി കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് ഒരു കല്ലുകടി അനുഭവപ്പെടും, ഒരു അപൂർണത അനുഭവപ്പെടും. എഗെയിൻ സിസ്റ്റം പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകും. മാത്രമല്ല, ഇത് കറക്റ്റായി ഗ്രാബ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി, കറക്റ്റായിട്ടുള്ള റിവ്യൂ സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അനാലിസിസ് നടത്താനും ഒക്കെ വേണ്ടി എന്തു വേണം? നല്ല കൃത്യമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കണം. അപ്പോൾ ഓരോ സ്ഥലത്തും, ഓരോ ഇൻഡസ്ട്രിക്കും അല്ലെങ്കിൽ ഓരോ ഷോപ്പിനും ഓരോ കൾച്ചറിനും പറ്റിയ ടെക്നോളജി അല്ലെങ്കിൽ പറ്റിയ ഫീച്ചേഴ്സ് ഉള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും സോഫ്റ്റ്വെയറുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചാലും സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ നടക്കാതെ പോകും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഓൺട്രപ്രണർ ഇതിനകത്ത് വളരെയധികം ഇൻവോൾവ് അല്ലാതെ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക സാധ്യമല്ല. അപ്പോൾ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ്റെ ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം, പലപ്പോഴും ഒരു സ്മോൾ ആൻഡ് മീഡിയം ലെവൽ ഓൺട്രപ്രണറെയൊക്കെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്നെയാണ്, ശരിക്കും ഒരു ഓൺട്രപ്രണർ തന്നെയാണ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ലീഡറായിട്ട് മാറേണ്ടത്. പലപ്പോഴും ഓൺട്രപ്രണേഴ്സ് വിചാരിക്കുന്ന ആരെങ്കിലും അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ, ഒരു കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചു കൊടുത്താൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അവിടെ ബിൽഡായിക്കോളും എന്നുള്ളതാണ്. അല്ല, കൺസൾട്ടൻറ്റിൻ്റെ ഒപ്പം തന്നെ ഈ ഓൺട്രപ്രണർ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കൃത്യമായ സിസ്റ്റംസ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു പ്രശ്നം അവരെ നോക്കാൻ മുകളിൽ ഒരാളില്ല എന്നുള്ളതാണ്. അവരാരെയും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും പലരും ഓൺട്രപ്രണർഷിപ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വരുമ്പോൾ നമ്മൾ റിവ്യൂ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ കുഴപ്പം, നമ്മൾ അനാലിസിസിൻ്റെ കാര്യത്തിൽ കുഴപ്പം, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. ഇവിടെയാണ് ആക്ച്വലി സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ തകരാറിലാവുന്നത്. അവിടെ തന്നെയാണ് കൺസൾട്ടൻസിൻ്റെ റോൾ വരുന്നത്. നമ്മുടെ റോൾ അവിടെയാണ്. അതിനുവേണ്ടി നമ്മളുടെ ഒരു എൻറ്റയർ കൺസൾട്ടിങ് പ്രോഗ്രാമുണ്ട്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഒക്കെ അതിനുവേണ്ടി തന്നെയുള്ള പ്രോഗ്രാമാണ്. പക്ഷേ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ്, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ പേര് CBL എന്നാണ്, സർട്ടിഫൈഡ് ബിസിനസ് ലീഡർ. സർട്ടിഫൈഡ് ബിസിനസ് ലീഡർ വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കൊടുക്കുന്നത്. 4 മാസം കൊണ്ട് വലിയ മാറ്റങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ ഓർഗനൈസേഷനിലും വരുത്താൻ സർട്ടിഫൈഡ് ബിസിനസ് ലീഡറിന് കഴിയും. കാരണം അവിടെ കോച്ച് ചെയ്യപ്പെടുന്നത് ഓൺട്രപ്രണറാണ്. ഓൺട്രപ്രണറിനെ ഒരു ലീഡറാക്കി മാറ്റുകയാണ് ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ചേഞ്ച് ഏജൻ്റായി പ്രവർത്തിക്കുന്നതും ഓൺട്രപ്രണർ തന്നെയായിരിക്കും. എപ്പോഴാണോ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ലീഡർഷിപ്പ് എടുക്കുന്നത്, ഒരു സംശയം വേണ്ട, ആ സിസ്റ്റത്തിൽ ശക്തമായ ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ചേഞ്ചുകൾ ഉണ്ടാക്കിയ 130-130ഓളം ആളുകൾ നമ്മളുടെ CBL ബാച്ചുകളിൽ കഴിഞ്ഞ 8 ബാച്ചുകളിലായി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള ചിന്തകളോ അനാവശ്യമായ ഫിലോസഫികളോ ഒന്നും പറയാതെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ചും പോളിസികളെക്കുറിച്ചും ഡോക്യുമെൻറ്റേഷനെ കുറിച്ചും സിസ്റ്റത്തെക്കുറിച്ചും പീപ്പിളിനെ കുറിച്ചും ആണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നിങ്ങൾ റിയൽ ആയിട്ടുള്ളൊരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് CBL, സർട്ടിഫൈഡ് ബിസിനസ് ലീഡർ എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഞങ്ങളുടെ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. താങ്ക് യു.